ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 4 ശ്ലോകം 6. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം വരെയുള്ള 7 പടികളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 8ാമത്തേതും അഷ്ടാംഗ യോഗ മാർഗത്തിലെ അവസാനത്തെ പടിയായിട്ടുള്ള സമാധിയെക്കുറിച്ചാണ് ഈ ശ്ലോകം. 6ഉം 7ഉം ശ്ലോകം ബന്ധപ്പെട്ടതാണ്, അതൊരുമിച്ച് പറയാം. 6ാമത്തെ ശ്ലോകം. ധ്യായതാം സകലമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസതേ. സകള ധ്യാനം എന്നും നിഷ്കള ധ്യാനം എന്നും 2 തരത്തിൽ ഭഗവത് ധ്യാനമുണ്ട്. അത് സകളം എന്ന് പറഞ്ഞാൽ ആ 16 കലകളോടുകൂടി അവതരിച്ചിട്ടുള്ള ഗുരുവായൂരമ്പലത്തിൽ വാണരുളുന്ന ശ്രീകൃഷ്ണ രൂപത്തിലുള്ള ആ മൂർത്തിയെയാണ് സകള ധ്യാനം. ഒന്നുമില്ല, ഭഗവാനെ മുഴുവനായിട്ട് ധ്യാനിക്കാം, അല്ലെങ്കിൽ ആ സച്ചിദാനന്ദമയമായിട്ടുള്ള പുഞ്ചിരിയെയോ കാരുണ്യപൂർണമായിട്ടുള്ള നയനങ്ങളെയോ ഭഗവാന്റെ ശരണം നൽകുന്നതായിട്ടുള്ള പദകമലങ്ങളെയോ നമുക്ക് ധ്യാനിക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു രൂപമുണ്ട്, അതാണ് സകള ധ്യാനം. അങ്ങോട്ട് എത്തിയതിന് ശേഷം അതിൽ മുന്നേറുമ്പോൾ യഥാർത്ഥ യോഗികൾ തീർച്ചയായിട്ടും നിഷ്കള ധ്യാനത്തിലേക്ക് എത്തും. രൂപമില്ലാത്ത നിർഗുണമായിട്ടുള്ള നിഷ്കളമായിട്ടുള്ള എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ ശക്തി അവരുടെ മനസ്സിലേക്കും ആവാഹിക്കും, ആവേശിക്കും. അതാണ് ഈ ശ്ലോകം. നോക്കാം. 4ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകം. ധ്യായതാം സകളമൂർത്തിമീദൃശീമുന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസതേ. അർത്ഥം നോക്കാം. ഈ ദൃശീം സകളമൂർത്തിം ധ്യായതാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള, ഇതുവരെ പറഞ്ഞു വന്നുല്ലോ, സൂര്യസ്പർദ്ധി കിരീടം, അങ്ങനെ പാദം വരെയുള്ള കേശാദിപാദം ധ്യാനിക്കുന്ന വിധത്തിലുള്ള സകളമായിട്ടുള്ള ഭഗവാൻ രൂപത്തോടു കൂടിയിരിക്കുന്നതായ ആ മൂർത്തിയെ സകളമൂർത്തിം ധ്യായതാം ധ്യാനിക്കുന്നവർക്കും. സകളം എന്ന് പറഞ്ഞാൽ എന്താ? 16 കലകൾ ഉണ്ട്. 16ൽ 16ഉം പൂർണ്ണമായിട്ടുള്ള ആ രൂപമാണ്. അങ്ങനെയുള്ള ഭഗവത് രൂപത്തിനെയോ ഏതെങ്കിലും അവയവത്തിനെയോ ധ്യാനിക്കുന്നവരും ഈ ദൃശ്യം സകളമൂർത്തിയും ധ്യായതാം, ഇപ്രകാരമുള്ള രൂപത്തോടു കൂടിയ കലകളോടു കൂടിയ ഗുരുവായൂരപ്പൻ്റെ ആ മൂർത്തിയെ ധ്യാനിക്കുന്നവരും ഉന്മിഷൻ മധുരതാഹൃദാത്മനാം, അങ്ങനെ ധ്യാനിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഹൃദയം മാധുര്യം കൊണ്ട് നിറയും. ഉന്മിഷൻ, ഇങ്ങനെ ഉയർന്നുയർന്ന് ഉദിച്ചുയർന്നു വരും. എന്ത്? മധുരരസം ഹൃദയത്തിൽ. അങ്ങനെ ആ ആനന്ദം ഉറപ്പിക്കും നമ്മൾ. സച്ചിദാനന്ദം ഹൃദയത്തിൽ നിറയും. ഉന്മിഷൻ മധുരതാഹൃദാത്മനാം, ഹൃദയത്തിൽ ഭഗവാന്റെ ആ രൂപം ഉറയ്ക്കുമ്പോൾ തന്നെ ആ മാധുര്യം ആനന്ദം അങ്ങനെ നിറയും, ഉയർന്നു വരും. സാന്ദ്രമോദരസരൂപമാന്തരം, സാന്ദ്രമായിട്ടുള്ള ഘനീഭവിച്ചിട്ടുള്ള ആ ആനന്ദം, അതിന് അടിസ്ഥാനമായിട്ടുള്ള ആ രൂപം മനസ്സിൽ ഉറയ്ക്കും. മിന്നും പൊന്നിൻ കിരീടം എന്ന് പറയുന്ന പോലെയുള്ള ആ കേശാദിപാദം നിറഞ്ഞിട്ടുള്ള ആ ഹൃദയത്തിൽ, ഭക്തി നിറഞ്ഞിട്ടുള്ള ഹൃദയത്തിൽ ആ രൂപം ഉറയ്ക്കും. സാന്ദ്രമോദരസരൂപമാന്തരം, ആത്മാവിൽ അത് നിറയും. പിന്നെന്താ ഉണ്ടാവുക? ബ്രഹ്മരൂപമയി തേ അവഭാസതേ. പിന്നെ ആ രൂപത്തിൽ തന്നെ മനസ്സിനെ പിടിച്ചു നിർത്തുമ്പോൾ സാവധാനത്തിലെ ബ്രഹ്മതത്വം, നിഷ്കളമായിട്ടുള്ള ആ തത്വം മനസ്സിൽ പ്രകാശിക്കും. അപ്പോൾ പിന്നെ ഈ രൂപത്തിൻ്റെയും ആവശ്യമില്ല. എവിടെ ആലോചിക്കുമ്പോഴും എവിടെ ധ്യാനിക്കുമ്പോഴും ഭഗവാന്റെ ആ തത്വം, ഭഗവാന്റെ ആ മഹിമ മനസ്സിൽ നിറയും. കാണുന്നതൊക്കെ ഭഗവാന്റെ രൂപമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ഹിമാലയ സാനുക്കളിലൊക്കെ ഉള്ള എത്രയോ യോഗികൾ അങ്ങനെയാണ്. അവരൊരു രൂപം വെച്ചിട്ടൊന്നുമല്ലല്ലോ,
എവിടെയും നിറഞ്ഞു നിൽക്കുന്ന വിഷ്ണുവായിട്ടുള്ള ആ ഭഗവാന്റെ ചൈതന്യത്തിനെയാണ് അവർ ധ്യാനിക്കുന്നത്. അപ്പോൾ സകല രൂപ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഗുണമായിട്ടുള്ള രൂപത്തിനെ ധ്യാനിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ബ്രഹ്മരൂപം നമ്മളുടെ മനസ്സിൽ തന്നെ പ്രകാശിക്കും എന്നാണ് ഈ ശ്ലോകം. ധ്യാനത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയാണത്. രൂപത്തിനെ ധ്യാനിച്ചുറപ്പിക്കുമ്പോൾ ആ രൂപത്തിൽ മാത്രമാണ് ഈശ്വരൻ എന്ന് തോന്നിയേക്കാം. എന്നാൽ അവ്യക്തമായ ഭഗവത് ശക്തി ഹൃദയത്തിൽ പ്രവേശിച്ചാലോ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയെ നമ്മൾ അറിയും. ഉദാഹരണമായിട്ട് ഇപ്പോൾ മൺപാത്രങ്ങളാണ്, പലതരത്തിലുള്ള മൺപാത്രങ്ങൾ, അതൊക്കെ ഉടഞ്ഞു പോയാൽ വെറും മണ്ണായിട്ട് രൂപാന്തരപ്പെടും. അതേപോലെ സ്വർണ്ണാഭരണങ്ങൾ, പലതരത്തിലും രൂപത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ഉരുക്കിയാൽ സ്വർണ്ണക്കട്ടകൾ ആയിട്ടത് അവശേഷിക്കും. അതുപോലെ ഭഗവാന്റെ ആ രൂപം, അതിന് അടിസ്ഥാനമായിട്ടുള്ള തത്വം തന്നെയാണ് എല്ലാ രൂപങ്ങളും എന്ന സത്യം നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതലൊരു ആനന്ദം കൈവരും. അപ്പോൾ പഞ്ചവാദ്യം കേൾക്കുക വിചാരിക്കുക, അതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഓരോ വാദ്യത്തിനെയും ശ്രദ്ധിക്കും, ഓരോന്നിൻ്റെയും സൗന്ദര്യം ആസ്വദിക്കും. ഇടയ്ക്കായാലും തിമിലയായാലും മദ്ദളായാലും ഇലത്താളായാലും കൊമ്പായാലും ഒക്കെ ഓരോ ശബ്ദവും ശ്രദ്ധിക്കാതാവും. കുറച്ചും കൂടിയും കഴിയുമ്പോൾ അതിൻ്റെ ആ ഉൾച്ചേർന്നിട്ടുള്ള എല്ലാം ചേർന്ന ആ സംഗീതത്തിൻ്റെ മാധുര്യം നമ്മളുടെ ഉള്ളിലേക്ക് നിറയും. അപ്പോൾ അത് കൂടുതൽ ആസ്വാദ്യമായിട്ട് വരും. അങ്ങനെ ആണ് സകല രൂപത്തിൽ നിന്നും സകളമായിട്ടുള്ള കലകൾ എല്ലാം നിറഞ്ഞിട്ടുള്ള രൂപത്തോട് കൂടിയിട്ടുള്ള സഗുണമായിട്ടുള്ള ആ ഭഗവത് രൂപത്തിൽ നിന്നും മനസ്സ് നിഷ്കളമായിട്ടുള്ള അരൂപമായിട്ടുള്ള ശക്തിയിലേക്ക് എത്തുമ്പോൾ എല്ലാം ഒന്നായിട്ട് അവിടെ സാന്ദ്രാനന്ദം അനുഭവിക്കാറാകും. ഈ അവസ്ഥ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ജീവിതം തന്നെ മാറി മറിയും. അപ്പോൾ അതിന് തുടക്കം നമുക്ക് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. സ്വൽപ്പമപ്യസ്യ ധർമ്മസ്യ ത്രായതോ മഹതോ ഭയാത്മന. ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ മതി, അത് തന്നെ ഭഗവാനോട് നമ്മളെ വേഗം അടുപ്പിക്കുന്നതാണ്. അങ്ങനെ കൂടുതൽ എളുപ്പമായ രൂപധ്യാനത്തിൽ കൂടി രൂപമില്ലാത്ത അവസ്ഥയിലെത്തും എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ കൂടെ. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ധ്യായതാം സകളമൂർത്തിമീദൃശീം ഉന്മിഷൻ മധുരതാഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമയി തേ അവഭാസതേ. അടുത്ത ശ്ലോകത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ ഇങ്ങനെയുള്ള ഈ ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ മനസ്സ് വളരെ ശക്തമായിട്ട് നിയന്ത്രിക്കപ്പെടണ്ടേ? ചിലപ്പോൾ നമ്മളിങ്ങനെ ഇത്രയും കാലമൊക്കെ ജീവിച്ച് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മുഴുകിയിട്ടുള്ള ഗൃഹസ്ഥന്മാരും ഒക്കെ ആയിട്ടുള്ള നമ്മൾ സന്യാസിമാരൊന്നും അല്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിനെ പല വിധത്തിലുള്ള പിടിച്ചു വലിക്കൽ ഉണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ഞങ്ങൾ പിന്മാറിപ്പോവുകയൊന്നുമില്ല, ഞങ്ങൾ വീണ്ടും അതിനെ തന്നെ ധാരണയിൽ കൂടി ഉറപ്പിച്ചു കൊള്ളാം എന്നാണ് 7ാമത്തെ ശ്ലോകം. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിത പുനരത പരിച്യുത വാരഭേമഹിജ ധാരണാധികം. ഓരോ പേരിൽ ഓരോ പ്രാവശ്യം വരദ ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇതിൽ വിശ്വനായക, സകല ലോകത്തിനെയും നയിക്കുന്ന സകല ഗുരുവായിട്ടുള്ള ഭഗവാനെ, ത്വൽ സമാധിയിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ തൽസമാസ്വദന രൂപിണി, ഭഗവാന്റെ ആ ബ്രഹ്മരൂപമായിട്ടുള്ള തൽസമ, കഴിഞ്ഞ ശ്ലോകങ്ങളിലൊക്കെ പറഞ്ഞതുപോലെയുള്ള രൂപിണിയും സ്ഥിതിയും അതുപോലെയുള്ള ആ സ്ഥിതിയെ, ത്വത് സമാധി, ആ നിർവികൽപ്പ സമാധി എന്ന സ്ഥിതിയെ ആസ്വദിച്ചുകൊണ്ട് അതിലങ്ങനെ മുഴുകി ഞങ്ങളിരിക്കുകയാണ്. ആശ്രിത, അതിനെ ആശ്രയിച്ച് അതിൽ അലിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. തൽസമാസ്വദന രൂപിണീം സ്ഥിതിയും ത്വത് സമാധിം ഐ വിശ്വനായക ആശ്രിത, അങ്ങനെ അതിൽ അലിഞ്ഞ് ആ ആനന്ദം, ആ മാധുര്യം ഉൾക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തുണ്ടാവും? പരിച്യുത, നമ്മളെ അതിൽ നിന്നും പിടിച്ച് പിന്നോക്കം വലിച്ചേക്കാം.
വല്ല ഉറക്കവും വരെ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന വല്ല ചിന്തയിലേക്കും ഈ ധ്യാനാവസ്ഥയിൽ നിന്ന് മനസ്സ് പിന്നോട്ട് പോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു ഭ്രംശം വന്നേക്കാം. അതിനാണ് പരിച്യുതൗ എന്ന് പറയുന്നത്. സമാധി സ്ഥിതി ഞങ്ങൾക്ക് മാറിപ്പോയേക്കാം. പുന, അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? പുന, വീണ്ടും ഞങ്ങൾ ഒരു കാര്യം ചെയ്യും. ധാരണാധികം ആരഭേ, ധാരണ, ഭഗവാന്റെ രൂപത്തിനെ മനസ്സിലാദ്യം ഉറപ്പിക്കുക. അതിനല്ലേ ധാരണ എന്ന് പറയാം. അങ്ങനെ ധ്യാനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഞങ്ങൾ തുടങ്ങും. അങ്ങനെ മെല്ലെ മെല്ലെ നിർവികൽപ്പ സമാധിയിലേക്ക് ഞങ്ങൾ പോയിക്കോളാം. ചിലപ്പോൾ ഉറക്കം വരും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തിയായിട്ടുള്ള ചിന്ത വരും. പഞ്ചേന്ദ്രിയങ്ങൾ അത്ര ശക്തമാണല്ലോ, അതെന്തിലേക്കെങ്കിലും നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അപ്പോഴും ഞങ്ങൾ പിന്മാറാതെ ഭഗവാനോട് ചേരുന്നത് വരെ ഈ ധ്യാനം ഞങ്ങൾ തുടരും എന്നാണ്. നമ്മളുടെ പോലെയുള്ള ആൾക്കാരല്ല, വലിയ വലിയ ആൾക്കാർക്ക് പോലും അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. വിശ്വാമിത്രൻ വലിയ യോഗിയാണ്, പക്ഷേ എന്താ കാര്യം? കാമം ഉണ്ടായി, രാഗമുണ്ടായി, ധ്യാനത്തിൽ നിന്ന് ഉണരേണ്ടി വന്നു, തപശക്തി പോയി, വീണ്ടും ധ്യാനിച്ചു. അതുപോലെ ദുർവാസാവിന് ദോഷം കോപമാണ്. കോപം വന്നു, വളരെ പെട്ടെന്ന് ശപിക്കാൻ പാടില്ലാത്തവരെ പോലും ശപിക്കും. അങ്ങനെ അതുവരെയുള്ള തപശക്തി പോവും, വീണ്ടും ആദ്യം തൊട്ട് തുടങ്ങും. അങ്ങനെയല്ലേ? എന്തിന് പരമശിവന് പോലും ധ്യാനനിമീലനായിട്ടിരിക്കുമ്പോൾ കാമദേവൻ വന്നിട്ട് ഇളക്കാൻ ശ്രമിച്ചു. അപ്പോഴല്ലേ കാമദഹനമുണ്ടായി, ശിവൻ വീണ്ടും ധ്യാനനിമീലനാവുകയൊക്കെ ചെയ്തുല്ലോ. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു തടസ്സത്തിനെക്കുറിച്ച് പറഞ്ഞു തരാണ്. ഉറക്കം കൊണ്ടോ കാമക്രോധ മോഹങ്ങൾ കൊണ്ടോ ഒക്കെ ധ്യാനാവസ്ഥ ബുദ്ധിമുട്ടിയാലും വിഷമിക്കേണ്ട, അതൊക്കെ സാധാരണമാണ്, അത് തെറ്റൊന്നുമല്ല. അങ്ങനെയൊക്കെ ഉണ്ടാകും, പക്ഷേ വീണ്ടും ശ്രമിക്കണം എന്നാണ് ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കാനുള്ള കാര്യം. പിന്നെയും നമ്മൾ ആവർത്തിച്ച് പുന മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ ശ്രമിക്കും, പിന്മാറില്ല എന്നാണ്. എന്തിനാ? വിഷ്ണു സഹസ്രനാമം ചൊല്ലണ്ട ആ 20 മിനിറ്റ് നേരം പോലും ഒരു ശ്രദ്ധ ചിലപ്പോഴൊക്കെ മാറിപ്പോവില്ലേ, ഉറക്കം ചിലപ്പോൾ വരില്ലേ. അങ്ങനെ വരുമ്പോൾ ആദ്യം തൊട്ട് ചൊല്ലാം, അങ്ങനെ വേണം. അപ്പോൾ കുറച്ച് പ്രാവശ്യമാകുമ്പോൾ പിന്നെ അങ്ങനെ ചിന്ത വരാതിരിക്കും. അതാണ് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ശ്ലോകം. അഷ്ടാംഗയോഗത്തിലെ 8ാമത്തെ പടി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ശ്ലോകം ഒന്നും കൂടി വായിക്കാം. തൽസമാസ്വദനരൂപിണീം സ്ഥിതിം ത്വൽസമാധിമയി വിശ്വനായക ആശ്രിതാ പുനരത പരിച്യുതൗ ആരഭേ എന്നാണ്. അത് കൂട്ടി എഴുതുമ്പോൾ പരിച്യുതാവാരഭേ എന്ന് വരികയാണ്. ആരഭേ മഹിജ ധാരണാധികം, ധാരണ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ ആദ്യം ആരംഭിച്ച് ആ ഭക്തിയെ, യോഗത്തെ നിലനിർത്തിക്കൊള്ളാം. ഇന്നിവിടെ നിർത്താം. ഇനി അങ്ങനെ യോഗികളായവരുടെ സ്ഥിതിയെക്കുറിച്ചാണ് അടുത്ത 7 ശ്ലോകങ്ങളും കൂടി ഉണ്ടല്ലോ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.